KSF വിവാദത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെ തള്ളി CPM. ഐസക് പരസ്യ പ്രതികരണം ഒഴിവാക്കണമായിരുന്നു എന്നാണ് CPM പറയുന്നത്. പ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനത്തിന് ഇട നൽകിയെന്നും CPM പറയുന്നു. പാർട്ടിയും LDFും ഒറ്റക്കെട്ടാണെന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറയുന്നു. അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് പ്രസ്താവനയുടെ പൂർണ്ണരൂപം? പ്രസ്താവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനമന്ത്രി തോമസ് ഐസക്കിനെയും CPM സംസ്ഥാന സെക്രട്ടറി അംഗമായ ആനത്തലവട്ടം ആനന്ദിനെയും CPM തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അവരുടെ രണ്ടുപേരുടെയും പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. KSFയിലെ വിജിലൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനത്തിനും പ്രചരണത്തിനും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. KSF പോലെ മികവാർന്ന സ്ഥാപനത്തിനെതിരെ അപകീർത്തിപ്പെടുത്താൻ ഈ പരിശോധനയെ ചിലർ ഉപയോഗിക്കുന്നത് കണ്ട് നടത്തിയ പ്രതികരണങ്ങളായിരുന്നു അത്. എന്നാൽ ഈ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് CPM ഏറ്റവും പ്രധാനമായി പറയുന്നത്. രണ്ട് നേതാക്കളാണ് KSFയിലെ വിജിലൻസ് റെയ്ഡിനെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ആദ്യം ആലപ്പുഴയിൽ ധനമന്ത്രി തോമസ് ഐസക്, പിന്നാലെ തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി അംഗവും മുതിർന്ന നേതാവുമായ ആനത്തലവട്ടം ആനന്ദൻ. ഈ രണ്ട് നേതാക്കളുടെയും പ്രതികരണം ഒഴിവാക്കണമെന്നാണ് CPM പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ തന്നെ പൂർണ്ണമായും തള്ളിപ്പറയുകയായിരുന്നു ഐസക്കിനെയും ആനത്തലവട്ടം ആനന്ദനെയും. ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു: ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കേണ്ട. പക്ഷേ ആ പ്രസ്താവനകളിലെ കടുത്ത അതൃപ്തി മുഖ്യമന്ത്രി ഇന്നലെ പറയാതെ പറയുകയായിരുന്നു. ഇനി വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിൽ ആരും തയ്യാറാകരുന്ന സന്ദേശം കൂടിയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നൽകിയത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായിരുന്നു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ആ യോഗത്തിലും ധനമന്ത്രി തോമസ് ഐസക് തന്റെ നിലപാട് ആവർത്തിച്ചു. എന്തുകൊണ്ടാണ് അത്തരം പരസ്യ വിമർശനം നടത്തേണ്ടി വന്നതെന്ന സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥാന സെക്രട്ടറി ചേർന്നത്. ഏതെങ്കിലും നേതാക്കളിൽ നിന്ന് ഐസക്കിന് അനുകൂല പ്രതികരണം ഉണ്ടായെന്ന കാര്യം അവ്യക്തമാണ്. അത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയുടെ ഔദ്യോഗിക തീരുമാനം, ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പറയുന്നത് ഐസക്കിൻ്റെയും ആനത്തലവട്ടം ആനന്ദൻ്റെയും പേരെടുത്ത് പറഞ്ഞല്ല ഈ ഒരു പരാമർശമുള്ളത്. പരസ്യ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു. അതായത് രണ്ട് നേതാക്കളെയും പൂർണ്ണമായും തള്ളുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ വകുപ്പായ വിജിലൻസിനും അതിലെ ഉദ്യോഗസ്ഥർക്കും പൂർണ്ണ പിന്തുണ കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. CPMലും സർക്കാരിലും മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തി എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ്. ഈ വിഷയത്തിലും മുഖ്യമന്ത്രിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM നൽകുന്ന പൂർണ്ണ പിന്തുണ. അരുൺ പറഞ്ഞ പോലെ ഈ തോമസ് ഐസക് സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത് അതിനാരെങ്കിലും പിന്തുണച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായി നമുക്കറിയില്ല. എന്നാലും പൊതു ഇടങ്ങളിൽ എല്ലാ മന്ത്രിമാരും തന്നെ ഏകദേശം മുഖ്യമന്ത്രിയോടൊപ്പം, അതിപ്പോൾ G. സുധാകരൻ അതിരൂക്ഷമായി തന്നെ തോമസ് ഐസക്കിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, സ്വാഭാവികം. EP ജയരാജൻ വ്യക്തമാക്കിയിരുന്നു, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതായത് മന്ത്രിമാരെല്ലാവരും ഇന്ന് നടത്തിയ പ്രസ്താവന അനുസരിച്ചിട്ടും ഈ തോമസ് ഐസക് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് പുറമെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും അതിന് അവർക്ക് ധൈര്യം നൽകിയത് അല്ലെങ്കിൽ പ്രചോദനം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകിട്ടത്തെ വാർത്താ സമ്മേളനമാണെന്ന് വ്യക്തമാണ്. അതിൽ അദ്ദേഹം ഐസക്കിനെയും ആനന്തലവട്ടം ആനന്ദിനെയും പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മന്ത്രിമാരും അതേ ചുവട് പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിലപാടിനൊപ്പം നിന്നുകൊണ്ട് തോമസ് ഐസക്കിനെതിരെ പരോക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. ഏറ്റവും കടന്നു വിമർശിച്ചത് G. സുധാകരനാണ്. അത് CPMലെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ, ഉൾപാർട്ടി വിഷയങ്ങളിൽ എല്ലാ കാലത്തും തോമസ് ഐസക്കും G. സുധാകരനും വിരുദ്ധ ധ്രുവങ്ങളിൽ നേതാക്കളാണ്. അതുകൊണ്ട് കൂടിയാണ് ആ വിമർശനം അത്രയും ശക്തമായി പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈൻ ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളും കണ്ടിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന. എങ്ങനെ കാണുന്നു അതിനെ? യഥാർത്ഥത്തില് CPMനകത്ത് ശരിക്ക് പുകഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു ബഹിസ്ഫുരണം മാത്രമാണിത്. തോമസ് ഐസക് കുറച്ച് നാളായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള തർക്കത്തിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വം ഉയർത്തി കാണിക്കാനും അത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപ്പുറത്താണ് എന്നൊരു നിലയിലേക്ക് കൊണ്ടുപോകാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ലൈഫ് കേസിനകത്തെ ഒന്നാം സാക്ഷി യഥാർത്ഥത്തിൽ തോമസ് ഐസക്കാണ്. കാരണം തോമസ് ഐസക്കാണ് പറഞ്ഞത് പരസ്യമായിട്ട്, അതും കൈരളി ചാനലിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ പണം കൊടുക്കുന്നത് കണ്ടു, ഇന്നയാൾ കൊടുത്തു, ഇന്ന സ്ഥലത്ത് വെച്ചു, ഇന്ന കാറിനകത്താണ് കൊടുത്തത്, 3.5 കോടി രൂപയെന്ന് പറഞ്ഞ അത്രയും കൃത്യമായി പറഞ്ഞ ഒരാള് അത് പോലീസിലോട്ട് പറഞ്ഞില്ല. ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്നൊരു മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ആ വിവരം പോലീസിനെ അറിയിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സ്വാഭാവികമായിട്ട് ഇത് കൊള്ളേണ്ട വേറെ സ്ഥലത്താണ് എന്ന് തോമസ് ഐസക്കിന് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ കൊള്ളിച്ച് അദ്ദേഹം നടപടിയെടുക്കുക. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം പറയുന്നത് യാതൊരു വാദഗതിക്ക് കൊള്ളാവുന്നതല്ല. കാരണം വിജിലൻസ് അന്വേഷണം നടത്തണമോ വേണ്ടതോ എന്നുള്ളത് വിജിലൻസിന് കിട്ടുന്ന ഒരു സോഴ്സ് ഇൻഫർമേഷൻ പോലെ ഇരിക്കും.
അവർക്കൊരു സോഴ്സ് ഇൻഫർമേഷൻ കിട്ടുകയാണ്, അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. വിജിലൻസിൽ കേസെടുക്കണമോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഗവൺമെന്റിന് തീരുമാനിക്കാം. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണം എന്ന് വരികിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. അതേസമയം അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിജിലൻസിനെ ഒരിടത്തും തടഞ്ഞിട്ടില്ല. ഒരു ഗവൺമെന്റിനും അത് തടയാൻ സാധ്യമല്ല. അല്ല, മന്ത്രിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് വിജിലൻസ് അന്വേഷണം നടത്താന്ന് പറഞ്ഞാൽ ഈ മന്ത്രി തന്നെ കുറ്റക്കാരനാണെങ്കിലോ? അതിന് മന്ത്രി വിജിലൻസ് അന്വേഷണത്തെ അല്ലല്ലോ, വിജിലൻസിന്റെ ചില രീതികളല്ലേ സാർ കുറ്റം പറഞ്ഞത്. വിജിലൻസ് അന്വേഷണത്തിനെതിരല്ല എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടതല്ല. മറ്റുമല്ല, കഴിഞ്ഞ ദിവസം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, എന്റെ കാലത്ത് മറ്റൊരു വകുപ്പിലേക്ക് വിജിലൻസ് വരുമ്പോൾ ഞങ്ങൾ ആ കുട്ടുത്തരവാദിത്തോടുകൂടി ആ വകുപ്പിനെ കൂടി അറിയിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. നിങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നോ? അതെ, ആ വകുപ്പിനെ അറിയിക്കുക എന്ന് പറയാം. വകുപ്പിനെ അറിയിച്ചാൽ മാത്രമല്ല, അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടം വന്നാൽ ആ വകുപ്പിലെ ഒന്ന് ഫോൺ ചെയ്ത് അത്രയേ ഉള്ളൂ. അതല്ലാതെ റിട്ടേൺ ആയിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റുമോ? എഴുതി കൊടുത്താൽ പിന്നെ അത് നിലനിൽക്കുമോ? സർക്കാരിന്റെ ഒരു ഫയല് ഒരു ഓഫീസിൽ നിന്ന് മൂവ് ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെ അത് പുറത്തു പോകും എന്നുള്ളതിന് ഉറപ്പല്ലേ? അത് ആ ഫയലും കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്ന വ്യക്തി തന്നെ അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കില്ലെന്നും പുറത്തു കൊടുക്കില്ലെന്നും ആർക്കാണ് ഉറപ്പ്? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സീക്രട്ട് ആയിട്ടൊരു കാര്യം ചെയ്യണമെന്ന് വരികിൽ അതിന്റെ സീക്രസി നിലനിർത്താൻ കഴിയണം. ആ സീക്രസി നിലനിർത്തുന്ന കാര്യത്തിൽ ചിലപ്പോ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നാൽ പെട്ടെന്ന് ചെയ്യും. പക്ഷെ ഈ കേസിനകത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് ധനകാര്യ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം മന്ത്രിയായിട്ട് എന്ത് കാര്യമാണ്? മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്നാണ് താങ്കളും പറയുന്നത്. അതായത് വിജിലൻസിന്റെ വഴിക്ക് പോട്ടെ അല്ലേ? ഞാന് ഇവർ തമ്മിലുള്ള തർക്കത്തിനകത്ത് മധ്യസ്ഥനാകാൻ നിൽക്കുന്നതല്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിജിലൻസും നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് വകുപ്പും നമ്മൾ കണ്ടിട്ടുള്ള വിജിലൻസ് മാനുവലും പോലീസ് മാനുവലും ഉണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് പോയേ മതിയാകൂ. യെസ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, ഫോണിൽ എന്തോ പ്രശ്നം പറ്റി തോന്നുന്നു. ഞാൻ വീണ്ടും അരുൺ, 2 വാചകങ്ങൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നു. അത്തരം പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്ന തിരിച്ചറിവ് വളരെ പ്രധാനമാണെന്ന്. തിരിച്ചറിവില്ലാത്ത പ്രതികരണമായി പോയി എന്ന് തന്നെയല്ലേ അത് CPM പറഞ്ഞു വയ്ക്കുന്നത്? ഐസക്കിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീ ആനത്തലവട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് KSFക്കെതിരെ ഒരു റെയ്ഡ് വരുമ്പോൾ സ്വാഭാവിക പ്രതികരണം ഉണ്ടാകാം. പക്ഷേ അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉപയോഗിക്കും. എന്തും വിവാദമാക്കാൻ നിൽക്കുന്നവർ ഉണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ ഐസക്കിനും അതുപോലെ ആനത്തലവട്ടം ആനന്ദനും കഴിഞ്ഞില്ല. അതാണ് CPMന്റെ ആ വാർത്താക്കുറിപ്പിലെ ആ വരികൾ വ്യക്തമാക്കുന്നത്. ഈ പരിശോധനയെ ചിലർ ഉപയോഗിക്കുന്നത് കണ്ട് നടത്തിയ പ്രതികരണങ്ങളായിരുന്നു അത്. എന്നാൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. വിജിലൻസ് പരിശോധന സംബന്ധിച്ച് പ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനത്തിനും പ്രചരണത്തിനും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇത് ഉപയോഗിക്കപ്പെട്ടു. അതൊക്കെയാണ് CPMന്റെ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ. CPMും സർക്കാരും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായി പോകുന്നു. അതാണ് ഈ മുന്നണിയുടെയും സർക്കാരിൻ്റെയും കരുത്ത്. പക്ഷേ അത് രാഷ്ട്രീയ എതിരാളികളെ നിരാശരാക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രചാരവേളയിൽ പ്രതിഫലിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന തിരിച്ചറിവ് പ്രധാനമാണ്. ആ തിരിച്ചറിവ് ഐസക്കിനും ആനത്തലവട്ടം ആനന്ദനും നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത മുഖ്യമന്ത്രിയും മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ സെക്രട്ടറി ചുമതല വഹിക്കുന്ന A വിജയരാഘവനും അടക്കമുള്ളവർ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകണമെന്ന ഉപദേശം കൂടി അല്ലെങ്കിൽ നിർദ്ദേശം കൂടി നേതാക്കൾക്ക് മുന്നിലേക്ക് CPM വയ്ക്കുകയാണ്. തീർച്ചയായും പാർട്ടി ഇങ്ങനെ ഒരു ഉപദേശവുമായി വരുന്നു. അരുൺ, അതായത് ഇനി പോലീസിന്റെ ഉപദേശിക്ക് നേരെയോ അല്ലെങ്കിൽ ഉപദേശകന് നേരെയോ അത് വിജിലൻസ് നേരെയോ ഒന്നും വാളോങ്ങി ആരും വരണ്ട അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഇത് കഴിഞ്ഞ 4 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിലൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം തന്നെ എന്ന് തന്നെ വേണം അതിനെ പറയാൻ. അതുകൊണ്ട് തന്നെ പൂർണ്ണ ശക്തനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് തീരുമാനം ആഭ്യന്തര വകുപ്പിൻ്റേത് വന്നാലും അതിനെ പരസ്യമായി അതിൽ വിമർശിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പോലും വിമർശിക്കാൻ ആരും തയ്യാറായിട്ടില്ല. എല്ലാം മുഖ്യമന്ത്രി പറയട്ടെ, തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ എന്നൊരു പൊതു സമീപനമാണ് മന്ത്രിമാരും അതുപോലെ CPM നേതാക്കളും സ്വീകരിച്ചത്. വല്ലപ്പോഴും ഒരിക്കലൊക്കെ CPI നേതാക്കളുടെ അല്ലെങ്കിൽ CPIയുടെ മുഖപത്രത്തിലൊക്കെ വരുന്ന വിമർശനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നത്. മറുവശത്ത് പ്രതിപക്ഷത്തിന് ശക്ത വിമർശനമുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുകയില്ല. പക്ഷേ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയായിരുന്നു അവസാന വാക്ക്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി
അത് അങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഒന്നിലധികമാണ്. പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ വകുപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനങ്ങൾ തിരുത്തേണ്ടി വരുന്നു. ശ്രീ ജോസഫ് സി മാത്യു ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ പ്രസ്താവന വായിച്ചിരിക്കുന്നതായിരുന്നു. ആദ്യം അതൊന്ന് തുടങ്ങാം. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? വളരെ അഴകുഴമ്പനായിട്ട് ഒരു കാര്യവും പറയാതെ സമീപകാല പ്രസ്താവനകളിലെല്ലാം ഉള്ള ഒരു നിലപാടില്ലായ്മയാണ് ഇതിൽ പ്രധാനമായിട്ട്. രണ്ട് വരികളെ അതിൽ വളരെ പ്രാധാന്യമായി തോന്നുള്ളൂ. ഒന്ന്, ഇത്തരം പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അതായത് എന്ത് വിവാദമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അതിപ്രധാനമാണ് എന്ന 2 ലൈനുകൾ. ബാക്കി 1, 2, 3, 4, 5 പാരഗ്രാഫുകളും താങ്കൾ പറഞ്ഞ പോലെ വ്യാഖ്യാനങ്ങളാണ്. ഈ 2 വരികൾ, അതിന്റെ പ്രതികരണം എന്താണ്? അതെ, ആ 2 വരികളും വളരെ പ്രധാനപ്പെട്ടതാണ്. തോമസ് ഐസക് അങ്ങനെ പരസ്യ പ്രതികരണം നടത്തരുതായിരുന്നു എന്നുള്ള ശാസന തീർച്ചയായിട്ടും അതിലുണ്ട്. പരസ്യ ശാസനയാണോ എന്ന് പേര് പറയാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമല്ല പാർട്ടിയുടെ സിൻടാക്സ് അനുസരിച്ച്. പക്ഷെ ഏതായാലും വളരെ വ്യക്തമാകുന്ന തരത്തിൽ അവരുടെ 2 പേരുടെയും പ്രസ്താവന ശരിയല്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളിലൂടെയുള്ള ന്യായീകരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു നിലപാടില്ലായ്മ വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ധനമന്ത്രി പറഞ്ഞത് അന്വേഷിക്കാൻ ഉത്തരവിട്ടവർക്ക് വട്ടാണെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞു അതല്ല, സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, തുടർന്ന് വരുന്ന പ്രക്രിയയാണ്. 2, ധനമന്ത്രി പറഞ്ഞു ഇത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ സഹായിക്കാനാണ്. മുഖ്യമന്ത്രി പറഞ്ഞു അല്ല, KSFE-യിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് അതിലെ ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുകയും പ്രഥമ ദൃഷ്ടി അത് അങ്ങനെയാണെന്ന് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യമാണ്. അപ്പൊ ഇവര് തമ്മിൽ വൈരുദ്ധ്യമില്ല, ഇത് വേറെ ആരൊക്കെയോ സൃഷ്ടിച്ചതാണ്, സർക്കാരും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യമാവുക? ഇതിൽ ഒരെണ്ണം ശരിയാണ്, മറ്റേയാൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞോട്ടെ. ഓക്കെ സാർ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ഇപ്പോൾ ഇത് മുഴുവൻ ഞാൻ 5 പാരഗ്രാഫും വായിച്ചപ്പോഴും താങ്കളും വായിച്ചിരിക്കും. തോമസ് ഐസക് എന്തൊക്കെ പറഞ്ഞാലും അന്ന് പൊതുസമൂഹത്തോട് ഉന്നയിച്ച, ആരും പ്രതിപക്ഷം കൊണ്ടുവന്നോ മാധ്യമങ്ങൾ കൊണ്ടുവന്നോ, അദ്ദേഹം പൊതുസമൂഹത്തോട് ഉന്നയിച്ച ചില സംശയങ്ങളുണ്ട്. ED പോലുള്ള ഏജൻസികളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു എന്ന തോതിൽ ഒരു കാര്യം. രണ്ടാമത്, എങ്ങനെയാണ് ഈ വാർത്തകൾ പുറത്തു പോകുന്നത്? മൂന്നാമത്, ഈ വിശ്വാസത തകർന്നു കഴിഞ്ഞാൽ അത് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കല്ലേ പ്രയോജനം കിട്ടുക? അങ്ങനെ പറയാതെ ചോദിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി തന്നെ ചോദിച്ചതിൽ ചോദ്യങ്ങളുണ്ട്. അതിന് വല്ലതും ഉത്തരം ഇപ്പോഴും ആയോ? ഇല്ലല്ലോ. അതായത് നിങ്ങൾ പറയുന്ന പോലെ ഇതിൽ നിന്നുള്ള ഒരു ഇൻഫറൻസ്, ഇതിന്റെ ഒരു അനന്തരഫലം അതായിരിക്കും എന്നുള്ള ഐസക്കിന്റെ ഒരു വിലയിരുത്തൽ പോലും അല്ല ഐസക് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഉത്തരവിട്ട ഒരു സ്വകാര്യ പണമിടപാട്, അവരുടെ മോട്ടീവിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ആദ്യത്തേതായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും സഹിക്കാം. ഇതതിന്റെ അന്വേഷണത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ തന്നെ, അന്വേഷണത്തിന് ഉത്തരവിടുന്ന ചുമതലപ്പെട്ടവരുടെ മനോനിലയിൽ തന്നെ അങ്ങനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു നടപടിയാണെന്നാണ് ധനമന്ത്രി നമ്മളോട് തുറന്നു പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പരോക്ഷമായി ചൂണ്ടിക്കാണിച്ചത് ഭരണത്തിന്റെ തലപ്പത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 2 വ്യക്തികൾ ഇരിക്കുന്നു. ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അത് ഉടൻ തന്നെ പാർട്ടിയുടെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന സഹദാനത്തിലോട്ടോ ആനന്ദന് അതിനെ എൻഡോസ് ചെയ്യുകയും ചെയ്തു. പോട്ടെ, അവർക്ക് 2 പേർക്കും ഇതിൽ തെറ്റുപറ്റി എന്നാണെങ്കിൽ അതിൽ തെറ്റുപറ്റി, അങ്ങനെയല്ല സ്ഥിതി, ഇതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ അവർക്കത് കൂടുതൽ ബോധ്യപ്പെടും. ഇതിന് പകരം പ്രതിപക്ഷത്തെയും മാധ്യമത്തെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പ്രചാരവേല കൊടുത്തു, അവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇട നൽകി എന്നൊക്കെ ഇങ്ങനെ വ്യംഗ്യമായി പറയുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. നന്ദി ശ്രീ ജോസഫ് മാത്യു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. ഏതായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോകുന്നു. 2:30 വളരെ വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യും. കൂടുതൽ അതിഥികളും നേതാക്കളും 2:30 കൂടി നമ്മളോട് കൂടെ ചേർന്ന് പറയുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതും മറ്റു വാർത്തകളിലേക്ക് കൂടി. തോമസ് ഐസക്കിനെ പാർട്ടി പരസ്യമായി തള്ളിയതോടെ CPM-ലെ ഭിന്നതയാണ് മറനീക്കി പുറത്തു വന്നതെന്നും വാദമുണ്ട്. ഐസക്കിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മന്ത്രിമാരായ G. സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തി. കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുമ്പോൾ വിജിലൻസിനെ പിരിച്ചുവിടണോ എന്നായിരുന്നു ഐസക്കിനോടുള്ള സുധാകരന്റെ ചോദ്യം. KSFE റെയ്ഡിൽ ഇന്നലത്തെ വിശദീകരണത്തോടെ പാർട്ടിക്കുള്ളിലെ വിവാദങ്ങൾ അവസാനിപ്പിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. എന്നാൽ വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റെയ്ഡ് നടത്തിയ വിജിലൻസിനെതിരായ നിലപാട് തോമസ് ഐസക് ആവർത്തിച്ചു. വകുപ്പ് മന്ത്രി അറിയാതെ റെയ്ഡ് നടത്തിയത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഐസക് വിമർശിച്ചു. റെയ്ഡ് നടത്തിയ സാഹചര്യം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചതായാണ് സൂചന. അതിനിടെ ഐസക്കിനെതിരെ തള്ളി മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തെത്തി. വിജിലൻസ് റെയ്ഡിന് പിന്നിൽ ദുഷ്ടലാക്കില്ലെന്ന് പറഞ്ഞ G. സുധാകരൻ റെയ്ഡുകൾ വകുപ്പ് മന്ത്രി അറിയേണ്ടതില്ലെന്ന് വിശദീകരിച്ചു. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞത്, അത് നമ്മൾ അംഗീകരിച്ചാൽ മതി. കാരണം അത് സാധാരണ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വകുപ്പിൽ നടന്നെന്ന് 10-12 ഞാനൊന്നും മിണ്ടിയിട്ടില്ല. കാരണം അത് നടന്നോട്ടെ.
നമ്മളെ ബാധിക്കുന്നതല്ലത്, മിനിസ്റ്റേഴ്സ് ഇത് ബാധിക്കത്തില്ല. ഐസക്കിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. അവർ ആ ഉടനൊരു പ്രതികരണം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴത്തേക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഇപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും. മുഖ്യമന്ത്രിയെ പിന്തുണച്ച ഇ.പി. ജയരാജനും രംഗത്തെത്തി. അക്കാര്യങ്ങളൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അതോടെ സംഗതി ക്ലിയറായി. പിന്നെ അതിലൊരു സംശയം അവശേഷിക്കുന്നില്ല. പിന്നെ എന്തിനാ നിങ്ങളെല്ലാം ഉത്കണ്ഠപ്പെട്ട കാര്യം? മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് തന്നെ അവസാന വാക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ തോമസ് ഐസക്കിന് മന്ത്രിസഭയിൽ തുടരാൻ അർഹത നഷ്ടപ്പെട്ടെന്നും മാന്യതയുണ്ടെങ്കിൽ തോമസ് ഐസക് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിജിലൻസിനെതിരെ വാളോങ്ങി നിന്ന തോമസ് ഐസക്കിനെ മുഖമടച്ച് പ്രഹരിക്കുന്ന മട്ടിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തെരുവ് യുദ്ധത്തിലാണെന്ന് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CPM-ൽ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. സമഗ്ര അന്വേഷണം സർക്കാർ എന്തിന് ഭയക്കുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചു. തെരുവ് യുദ്ധമാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയിൽ ഇന്നലെ വരെ കേട്ട് കേൾവിയുള്ള ഒരു സംഭവമല്ല ഇത്. അതുകൊണ്ട് തന്നെ CPM-നുള്ളിൽ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ കള്ളവിളക്കവും അതേപോലെ തന്നെ എന്തെന്നില്ലാത്ത ശണ്ടയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ആർക്കാണ് അറിയാത്തത്? മുഖ്യമന്ത്രി സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത മണ്ടൻ മുത്തപ്പയാണെന്ന് UDF കൺവീനർ MM ഹസൻ. പാർട്ടിയിൽ പിണറായി വിരുദ്ധ സിൻഡിക്കേറ്റ് രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഹസൻ കോട്ടയത്ത് പറഞ്ഞു. അന്വേഷണ ഏജൻസികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി VD സതീശൻ ചീഫ് സെക്രട്ടറി കത്ത് നൽകി. ഔദ്യോഗിക രഹസ്യമായി സൂക്ഷിക്കേണ്ട CAG റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയ നടപടിയും KSFE ബ്രാഞ്ചുകളിൽ പരിശോധന നടത്താൻ വിജിലൻസിനെ അനുവദിക്കരുതെന്ന പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. ക്രമക്കേട് വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ KSFE-യുടെ എല്ലാ ബ്രാഞ്ചുകളിലും ആഭ്യന്തര പരിശോധനാ വിഭാഗം പരിശോധന നടത്തും. എല്ലാ ബ്രാഞ്ചുകളിലും പരിശോധന നടത്തി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് മാനേജ്മെന്റ് തീരുമാനം. വിജിലൻസ് റെയ്ഡ് നടന്ന ബ്രാഞ്ചുകളിൽ ഇന്നലെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തിയെങ്കിലും ക്രമക്കേടുകൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. KSFE-യുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിൽ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് എല്ലാ ബ്രാഞ്ചുകളിലും പരിശോധന നടത്താനുള്ള തീരുമാനം. പരിശോധന 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ചുഴലിക്കാറ്റാവും. കാറ്റ് നാളെ ശ്രീലങ്കൻ തീരം കടക്കും. തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലും 2ാം ഘട്ട മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ കേരളത്തിൽ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇത് വീണ്ടും പടിഞ്ഞാറേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ 2ാം തീയതി മുതൽ അതിശക്തമായ കാറ്റിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കന്യാകുമാരി ഭാഗം, കേരള തീരം, ലക്ഷദ്വീപ്, മാലദ്വീപ് പ്രദേശങ്ങളിൽ 4ാം തീയതി വരെ അതിശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ഉമേഷ് 2ാം തീയതി മുതൽ 4ാം തീയതി വരെ അതീവ ശ്രദ്ധ വേണം എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും. എങ്ങനെയാണ് ഇപ്പോൾ കാറ്റിന്റെ ഗതി? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ? ഇപ്പോഴും ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ഇത് തുടരുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ചുഴലിക്കാറ്റായി മാറും എന്നാണ് അനുമാനം. കൂടാതെ നാളെ ഉച്ചയോടുകൂടി ശ്രീലങ്കയിലേക്ക് ചുഴലിക്കാറ്റ് പ്രവേശിക്കും. ചുഴലിക്കാറ്റ് പ്രവേശിച്ച ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു സഞ്ചാരപാത ഏത് രീതിയിലായിരിക്കും എന്നുള്ളൊരു വ്യക്തത ഇപ്പോൾ ലഭിക്കുക. നിലവിൽ കേരള തീരത്തിനും തമിഴ്നാട് തീരത്തിനും സമീപത്ത് വരെയുള്ള ദിശ മാത്രമേ ഇപ്പോഴും വ്യക്തമായിട്ടുള്ളൂ. ആ ദിശയിൽ തന്നെ തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് ഇതുവരെയുള്ള മുന്നറിയിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും, കാറ്റും തുടരും. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റന്നാൾ കൂടുതൽ ശക്തമാകും മഴ. തെക്കൻ ജില്ലകൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അതുകൂടാതെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഴ 4ാം തീയതി വരെ തുടരുകയും ചെയ്യും. നിലവിൽ കേരളത്തിലും തമിഴ്നാടിനും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ 2ാം ഘട്ടമായ യെല്ലോ അലേർട്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗോപി, ശരി. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. നിലവിൽ ഉൾക്കടലിൽ ഉള്ളവരെ തീരത്തെത്തിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും മന്ത്രി കൊല്ലട്ട ന്യൂസ് 18 പറഞ്ഞു. എല്ലാ സുരക്ഷാ സംവിധാനവും കൊടുത്തിട്ടുണ്ട്. എല്ലാ നമ്മുടെ DD-മാർക്കും കോസ്റ്റ് ഗാർഡിനെയും അലേർട്ട് ചെയ്തിരിക്കുകയാണ്. പള്ളികളിലും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ
എല്ലാവിധ മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും കേരള തീരത്ത് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 6ാം ദിവസത്തിലേക്ക് കടന്ന കർഷക സമരം പരിഹരിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട യോഗങ്ങൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ തുടങ്ങിയവർ പങ്കെടുത്തു. താങ്ങുവില ഉറപ്പാക്കുമെന്നും പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ തുടരുമെന്നും കേന്ദ്രം ഉറപ്പ് നൽകും. അതേസമയം മുഴുവൻ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിക്കാതെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് ഭൂരിപക്ഷം സംഘടനകളുടെയും നിലപാട്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ വീണ്ടും കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 7 വരെയാണ് കസ്റ്റംസ് കസ്റ്റഡി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ മൊഴി ചോർന്ന സാഹചര്യത്തിൽ അന്വേഷണം നിരീക്ഷിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. കേസന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഓരോ 3 മാസം കൂടുമ്പോഴും സമർപ്പിക്കാൻ കസ്റ്റംസിന് നിർദ്ദേശം നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ മൊഴി ചോർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശം. കസ്റ്റംസ് കമ്മീഷണർ അന്വേഷിച്ച നടപടി സ്വീകരിച്ച നടപടി കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേസിലെ അന്വേഷണ റിപ്പോർട്ട് ഓരോ 3 മാസം കൂടുമ്പോഴും കോടതിക്ക് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വയനാട് കേണിച്ചിറയിൽ തേനീച്ചയുടെ കുത്തേറ്റ് മരിച്ച ആദിവാസിയുടെ മൃതദേഹത്തോട് അനാദരവ്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ ഇല്ലെന്ന കാരണത്താൽ ഞായറാഴ്ച മരിച്ച വ്യക്തിയുടെ മൃതദേഹം 2 ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. നെയ്യാർ സംഭവത്തിന് പിന്നാലെ പോലീസ് അതിക്രമത്തിന്റെ മറ്റൊരു ദൃശ്യം കൂടി പുറത്ത്. തിരുവനന്തപുരം വലിയമലയിൽ റിട്ടയർഡ് SI വിജയകുമാറിനെയും മകൻ ജിത്തുവിനെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. എന്നാൽ പോലീസിനെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ഇരുവർക്കുമെതിരെ കേസെടുക്കുകയായിരുന്നു. ക്രിമിനൽ കേസ് പ്രതിയായതോടെ ജിത്തുവിന് ലഭിക്കേണ്ട സർക്കാർ ജോലി അനിശ്ചിതത്വത്തിലായി. ഇന്നലെയായിരുന്നു ജിത്തു ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നത്. മെയ് 12 പോലീസ് അതിക്രമം. പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരായ രവീന്ദ്രൻ, വിജയകുമാർ എന്നിവർ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ സ്ഥലത്തെത്തിയ വലിയമല SI KB ബാബു യാതൊരു പ്രകോപനവുമില്ലാതെ വിജയകുമാറിനെയും മകൻ ജിത്തുവിനെയും ആക്രമിക്കുകയായിരുന്നു. അത് നേരത്തെ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ കേസ് എടുത്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പോകുകയാണെങ്കിൽ വീണ്ടും കേസ് എടുക്കുമെന്ന് അന്നേ പറഞ്ഞു ബാബു. ഈ ബാബു നമ്മുടെ അടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ കേസ് കൂടെ രണ്ടാമത് എടുക്കുന്നത്. മകൻ്റെ ജോലി ഈ 2 കേസുകളും വന്നത് കാരണം ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെ വിഷമത്തിൽ കഴിയുകയാണ്. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ജിത്തുവിനോട് പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ പ്രതിയാക്കുമെന്ന് SI ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. പോലീസ് എന്നെയല്ലേ അടിച്ചത്? ഞാൻ വീട്ടിൽ നിന്ന് എന്നെ എന്തിനാ അടിച്ചത്? വീട്ടിൽ നിന്ന് എന്നെ എന്തിനാ അടിച്ചത്? വീട്ടിൽ നിന്ന് എന്നെ എന്തിനാണ് അടിച്ചത്? നീ നിന്റെ എവനും കൂടെ പോലീസിനെ ഇത്രയും നേരം അടിച്ചു. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. ജിത്തുവിന് പോലീസ് ജോലി ലഭിച്ചെന്നറിഞ്ഞതോടെ 2 മാസത്തിനു ശേഷം മറ്റൊരു കേസിൽ കൂടി പ്രതിയാക്കുകയും ചെയ്തു. ജിത്തു ആരുമായും സംഘർഷത്തിൽ ഏർപ്പെട്ടില്ലെന്ന് മുൻ വാർഡ് കൗൺസിലറും സംഭവത്തിന് ദൃക്സാക്ഷിയുമായ ഇന്ദിര ക്ലമന്റ്. പാവലി അവന്റെ ജോലിയും പോയി. ഈ കള്ളക്കേസ് എടുത്തതിന്റെ പേരിൽ അവന് ഈ ജോലിയും കിട്ടില്ല, അവന് ജീവിക്കാൻ പറ്റൂല, അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞു. ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് വലിയമല പോലീസിന്റെ അധികാര ദുർവിനിയോഗം മൂലം ഇല്ലാതായത്. പോലീസിന്റെ നല്ല നടപ്പിനെ കുറിച്ച് ആവർത്തിച്ചു പറയുന്ന മുഖ്യമന്ത്രിയിലും DGPയിലുമാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. VS അനു, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.